ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമിഴിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ, എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോണേ. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ചെയ്യില്ലാന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം ഇത് എന്താക്കി ഒരു പേടിയായിരുന്നു, ഈ മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ എന്താവും, അങ്ങനത്തെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇനി ഇത് അങ്ങനെ പറയൂ ഇങ്ങനെ പറയുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇനി മറ്റുള്ളവരെ എന്നെ അറിയിക്കണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ പോണ പോലെ പതുക്കെ അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ മാറാൻ കാരണം എന്ന് വെച്ചാല്, ഞാൻ റീസെന്റ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. ആ ചേച്ചിയുടെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എക്സ്പീരിയൻസ് പറയണത് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എക്സ്പീരിയൻസ് പറയുക വെച്ചെങ്കിൽ, മാർച്ച് 6 1:45 നമ്മൾ ഞാൻ ഉണ്ണിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവനെ ഞാൻ കാണുന്നത് ഏതാണ്ട് 6 മണിക്ക് ആകുമ്പോഴാണ്. അത്രയും നേരം ഞാൻ ഉണ്ണിനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം വരെ അവർക്ക് ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൾറെഡി നേഴ്സ് വന്നിട്ട് നമ്മുടെ റൂമിൽ ഉണ്ണിനെ വീട്ടുകാരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൽ പോയിട്ട് നേഴ്സ് ഉണ്ണിക്ക് ഗോകർണത്തില് പാല് കൊടുത്തു. അവർക്ക് വീട്ടുകാർക്ക് പാൽ എങ്ങനെ കൊടുക്കണ്ടേന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓൾറെഡി അവരുടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ അവന്റെ പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനായിട്ട് ബ്രസ്റ്റ് ഫീഡ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ എത്തിയതിന് ശേഷമാണ് ഈ പാലിന്റെ ഒരു സംഭവം, നമ്മുടെ കയ്യിൽ നമ്മൾ പാല് കൊടുക്കണതിന്റെ ഒരു കാര്യം നമുക്ക് തലയ്ക്ക് ഇങ്ങനെ പിടിക്കുന്നത്, ഭ്രാന്ത് പിടിക്കുന്നത്. കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ പാലിങ്ങനെ വരും, അതാണ് എൻ്റെ ഒരു അറിവുണ്ടായിരുന്നത്. അപ്പൊ നമ്മളാണ് റൂമിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഉണ്ണിക്ക് ഫീഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ണിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണ്ട്. നമ്മൾ ആദ്യം ഇങ്ങനെ പിഴിഞ്ഞു നോക്കുമ്പോ പാലൊന്നും വരുന്നില്ല. കുറെ ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞു നോക്കി, പാല് വരണ്ടേ. ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പൊ പിന്നെ ഡോക്ടർ മരുന്നും മറ്റേ പൊടിയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പാലുണ്ടാവണ മരുന്നൊക്കെ കുടിച്ചിട്ടും എൻ്റെ മേത്തുനിന്ന് ഈ പാല് വരാനുള്ള ഒരു പോസിബിലിറ്റീസും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്രസ്റ്റില് നന്നായിട്ട് പിഴിഞ്ഞു നോക്കുന്നുണ്ട്, എന്നിട്ടും പാലൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് NICUത്തെ നഴ്സുമാർ വന്നിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും, എങ്ങനെയാണ് ഉണ്ണിനെ ഫീഡ് ചെയ്യിക്കേണ്ടത് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അവരൊക്കെ നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പാല് വരുന്നില്ല. എന്നിട്ട് ആകെ ഭയങ്കര ടെൻഷനായി. അപ്പൊ എനിക്ക് പാലിന്റെ സമയത്ത് റീനമ്മയായാലും എൻ്റെ അമ്മയായാലും അത് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഇത് മസാജ് ചെയ്യാനും നന്നായിട്ട് ഇങ്ങനെ പിഴിയാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട്. എനിക്ക് ആശങ്ക അറിയില്ല, നമ്മുടെ ഫസ്റ്റൊക്കെ ഇല്ല, കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആ സമയത്ത് നമുക്ക് നാണോ മാനോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കും, അവരവരുടെ പറ്റാവുന്ന മാക്സിമം അവര് പാല് ഇങ്ങനെ പിഴിയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഡോക്ടറാണോ നേഴ്സാണോ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഓർമ്മയില്ല കേട്ടോ. ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ അടിച്ചു നോക്കാൻ. അങ്ങനെ ആർഷണം പോയിട്ട് വേഗം ബ്രസ്റ്റ് പമ്പൊക്കെ വാങ്ങിച്ചു വന്നു. എന്നിട്ടും നമ്മൾ ബ്രസ്റ്റ് പമ്പിൽ അടിക്കുമ്പോൾ ഒരു തരി പോലും പാല് കിട്ടുന്നില്ല. അപ്പോഴൊക്കെ അങ്ങനെ ടെൻഷനായി തുടങ്ങിയിട്ട് ഇപ്പം എന്ത് ചെയ്യാ. പക്ഷെ ഉണ്ണിക്ക് ഫോർമുല മിൽക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് നമുക്ക് ടെൻഷനുള്ള ഒരു കാര്യമാണ്. കാരണം കുഞ്ഞു കുട്ടി ഒരു ദിവസമായിട്ടുള്ളൂ, അതിനിങ്ങനെ തരിപ്പ് പോകുമോ എന്നുള്ള പേടി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കായാലും അമ്മയ്ക്കായാലും എല്ലാവർക്കും ഗോകർണത്തിൽ കൊടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ആദർശേരനൊക്കെ ആയിട്ട് ഉണ്ണിക്ക് കൊടുത്തായിരുന്നു. ആദർശേരന് പിന്നെ ഉണ്ണിക്ക് വിശക്കണ്ടല്ലോ, അപ്പൊ അവൻ എന്തെങ്കിലും കൊടുക്കണല്ലോ. അങ്ങനെ സ്വയം ധൈര്യം സംഭരിച്ചിട്ട് ആദർശേരനെ ഞാൻ ഉണ്ണിക്ക് ഗോകർണത്തിന് പാല് കൊടുത്തായിരുന്നത്. അപ്പൊ ഞങ്ങള് മറ്റേ ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചിട്ട് അടിക്കുമ്പോഴും അതും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഉണ്ണിക്ക് പെട്ടെന്ന് മഞ്ഞ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ മഞ്ഞ കണ്ടിട്ട് അവൻ NICUലേക്ക് കൊണ്ടുപോയി. ഈ NICUയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ടെൻഷനല്ല, ഇത്രയും നേരം നമ്മുടെ ഒപ്പം ഉണ്ടായിട്ട് അവനവിടെ കൊണ്ടുപോകുമ്പോൾ എന്തോ എൻ്റെ അതില് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് NICUയിൽ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ അനുഭവിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് ഓരോ മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യിക്കാൻ ചെല്ലണം. അപ്പൊ ഞാൻ ഫീഡ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ബാക്കിയുള്ള നമ്മുടെ ഒപ്പം പ്രസവിച്ച വേറെയും കുറെ കുട്ടികളുണ്ടാവുമല്ലോ അവിടെ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചില ചേച്ചിമാരുടെ സെക്കൻഡ് ഡെലിവറി ആകുമ്പോൾ അപ്പൊ അവർക്കൊക്കെ നന്നായിട്ട് ഓൾറെഡി പാലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അടുത്തടുത്തിരുന്നിട്ടൊക്കെയാണ് ഫീഡ് ഉണ്ണിക്ക് പാൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ണിയോളിങ്ങനെ ഇരുന്ന് പാൽ കുടിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കും. അവനാച്ചാൽ എന്നെ കാണുമ്പോൾ ഞാൻ അമ്മയെന്ന് അറിഞ്ഞിട്ടൊന്നും ഞാൻ അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കും, ഞാനും അവന്റെ മുഖത്തേക്ക് നോക്കിക്കും. പക്ഷെ നമുക്ക് പാൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അവരെ ഞാൻ പാല് കുടിക്കാൻ ചെല്ലുമ്പോൾ മറ്റേ ബ്രസ്റ്റ് പമ്പും കുറെ സംഭവങ്ങളൊക്കെ പിടിച്ചിട്ടാ പോവുക. ഇനി അവിടെ പോയിട്ട് നമുക്ക് അങ്ങനെ മടിച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. എന്നാലും എനിക്ക് പാല് വന്നിടുന്നില്ല കേട്ടാ. അങ്ങനെ പിന്നെ രാത്രിയാകുമ്പോൾ എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി തുടങ്ങി. ഇങ്ങനെ ഇപ്പൊ അവന് പാല് കൊടുക്കുക, എന്താ ചെയ്യാന്നുള്ളൊരു സാധനം. അപ്പൊ ആ സമയത്ത് വെച്ചെങ്കിൽ എല്ലാവരും അയ്യോ ഫോർമുല മിൽക്ക് കൊടുക്കരുതിട്ടാ, അത് കുട്ടിക്ക് പൊട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും എന്റെ തലയ്ക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ
ഒരു ദിവസം അങ്ങനെ ഞാൻ രാത്രി ആകുമ്പോൾ അങ്ങനെ കിടക്കട്ടെ, അതാണ് എനിക്ക് ടെൻഷനായി. എന്നിട്ട് ഞാൻ തന്നെ എല്ലാവരും കിടന്നു. അപ്പൊ ഞാൻ തന്നെ അങ്ങനെ ഇരുന്ന് മസാജ് ചെയ്തിട്ട് എനിക്ക് ചെറിയൊരു കടച്ചിലൊക്കെ തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ വേഗം ബ്രഷ് പമ്പ് എടുത്തിട്ട് അടിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചേശം ഒറ്റയായിട്ട് പാല് വന്നു തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ വേഗം ആദർശാട്ടിനെ വിളിച്ചു. അങ്ങനെ ഞാൻ പിടിച്ചു കൊടുക്കും, ആദർശായിട്ട് ഇരുന്നത് ഇങ്ങനെ പ്രസ് ചെയ്യണല്ലോ. അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഏറിപ്പോയ ഒരു 5 മില്ലിയൊക്കെയാണ് ഞങ്ങള് 1 മണിക്കൂർ നേരോളം അടിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അത് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ആദർശാട്ടൻ അതും കൊണ്ടിട്ട് വേഗം NICക്ക് വേണ്ടിയിട്ട് ഉടുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ മണിക്കൂറും ഇങ്ങനെ ഇടപെട്ട്, എനിക്ക് ഉറക്കണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. കാരണം ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടപെട്ടിട്ട് നമ്മൾ പാല് കൊടുക്കണമെങ്കിൽ ഒരു 10 മില്ലി 10 മില്ലി കിട്ടണമെങ്കിൽ നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് അടിച്ചാലാണ് നമുക്ക് ഈ ബ്രസ്റ്റ് പമ്പിൽ നമുക്ക് പാല് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുറെ നേരം അങ്ങനെ ഇരുന്ന് അടിച്ചടിച്ച് ഒരു 10 മില്ലി അങ്ങനെ കഷ്ടി കിട്ടി തുടങ്ങി. എന്നാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ നഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത്ര മാത്രം അതിന് മതിയാവില്ല, അവന് ഫോർമുല മിൽക്ക് കൊടുക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുക. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് ഏതാണ്ട് 30, 40, 50 ആ റേഞ്ചിൽ ബ്രസ്റ്റ് പമ്പിൽ പമ്പ് ചെയ്യുമ്പോൾ പാല് കിട്ടാൻ തുടങ്ങിയിട്ടാ. പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ, പക്ഷെ അതൊരു എപ്പോഴും കിട്ടില്ല, എപ്പോഴും പാല് കിട്ടില്ല, നമുക്ക് കൊടുക്കാൻ തോന്നുന്ന സമയത്തൊക്കെ അങ്ങനെ കിട്ടില്ല കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ 3-4 മണിക്കൂർ ഇടവിട്ടിട്ടാണ് ഈ ഒരു റേഞ്ചിലേക്ക് പാല് കിട്ടാറ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇവര് ഓരോ മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് ഫീഡ് ചെയ്യിക്കണ്ടേ. അപ്പൊ നമ്മൾ ഒരു വട്ടം ഇത് കൊടുത്തു വെച്ചാൽ അടുത്ത വട്ടം ഫോർമുല മിൽക്ക് കൊടുക്കും. ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും 30 മില്ലി വാട്ടറിൽ പിന്നെ 1 സ്പൂണ് പൊടിയിട്ടിട്ടാണ് കൊടുക്കാറ് കേട്ടോ. അത് നന്നായിട്ട് ഇളം ചൂടാക്കിയിട്ടാണ് അവന് കൊടുക്കാറ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഓരോരുത്തർ കാണാൻ വരും. കറക്റ്റ് നമ്മൾ ഉണ്ണിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്ന സമയത്ത് അവനും ആരെങ്കിലും ഒന്ന് കാണാൻ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവരുടെ വക ഉപദേശം ഉണ്ടാവും. അയ്യോ കുട്ടിക്ക് അത് കൊടുക്കാൻ പാടില്ല, കുട്ടി എന്നിട്ട് എന്തോ ഒരു വേർഡ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ, ബൂസ്റ്റോ ഹോർലിക്സ് കുട്ടികളെ പോലെയാവുന്ന, അങ്ങനെ മറ്റേ ഒരു ഉഷാറില്ലാതെ കുഴഞ്ഞെടുക്കുന്ന രീതിക്കാവും കുട്ടികൾ അമ്മമാരുടെ പാല് കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒക്കെ ഒരു പറയുമ്പോൾ ചെറിയൊരു പേടി തോന്നി, ഇനി അങ്ങനെ ആവോ എന്നൊക്കെ ഒരു ഇത്. അങ്ങനെ പിന്നെ കാണാൻ വേണ്ടവര് എല്ലാരും ഭയങ്കര ലൈറ്റ്, അയ്യോ അമ്മയുടെ പാല് കൊടുക്ക്, അമ്മ പാല് കൊടുക്കാച്ച എനിക്ക് ഉണ്ടായാലും എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അത് വേറൊരു കാര്യം. അങ്ങനെ പിന്നെ നമുക്ക് എല്ലാവരും കൂടി നമ്മളങ്ങനെ ടോർച്ചർ ചെയ്ത് നമ്മളങ്ങനെ ഭ്രാന്താക്കൂട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഈ നിപ്പിൾ ഷീൽഡ് നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ നിപ്പിളൊക്കെ ഷോർട്ട് ആച്ചെങ്കിൽ നമ്മൾ കുറെ കഷ്ടപ്പെടണം. സിറിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വലുതാക്കണം. അപ്പോൾ ഈ ഷീൽഡ് വെച്ചിട്ട് ഉന്നോളൊന്ന് കുടിച്ചു തുടങ്ങി വെച്ചാൽ തനിയെ പുറത്തേക്ക് വരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് നിപ്പിൾ ഷീൽഡ്. അപ്പോൾ അങ്ങനെ ഉണ്ണിക്ക് നിപ്പിൾ ഷീൽഡ് വെച്ചിട്ട് അവൻ കുറച്ച് കുടിച്ചു തുടങ്ങിയപ്പോൾ അവൻ അതായിട്ട് സെറ്റ് ആയി തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങി ആ ഷീൽഡ് അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുത്തു നോക്ക്. അപ്പോൾ അവൻ ശരിക്കും എപ്പോഴും ഈ ഷീൽഡും പിടിച്ച് നടക്കണ്ടേ, ഷീൽഡ് മാറ്റി ഒന്ന് കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അവൻ അങ്ങനെ നോർമലായിട്ട് കുടിച്ചു തുടങ്ങുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ അതും ട്രൈ ചെയ്യാന്ന്. അങ്ങനെ അതും മാറ്റിയിട്ട് അവന് വെറുതെ അങ്ങനെ വെച്ചു തുടങ്ങിയപ്പോൾ അവൻ തനിയെ നിപ്പിൾ ഷീൽഡ് ഇല്ലാതെ അവൻ കുടിച്ചു തുടങ്ങിയിട്ടാ. അങ്ങനെ നന്നായിട്ട് വയറ് നിറച്ചിട്ടൊന്നും പാല് കിട്ടില്ല കേട്ടോ. അപ്പോഴും കുറച്ച് 30-40 മില്ലി വെച്ചിട്ടുണ്ടെങ്കിലും അവന് കിട്ടിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു തുടങ്ങി നമുക്ക് ഈ ഫോർമുല മിൽക്ക് മാറ്റിയിട്ട് നമുക്ക് ഉണ്ണിക്ക് ഈ നമ്മുടെ അമ്മയുടെ പാലിൽ തന്നെ കുടിക്കണം, എന്നാലാണ് ഉണ്ണികൾക്ക് ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ, അവൻ സെറ്റ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി എന്നാ ഇതൊക്കെ ഇപ്പൊ ഒരു പറയണ പോലെ ഒക്കെ സെറ്റ് ആയില്ലോ, എന്നാൽ ഇതും കൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാ ഇതും നോക്കാൻ തുടങ്ങി. അപ്പൊ മാക്സിമം ഉണ്ണിക്ക് നമ്മൾ ഫോർമുല മിൽക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ അപ്പോൾ ഡോക്ടർ നമുക്ക് ഓൾറെഡി പറഞ്ഞു തരും കേട്ടോ, ഉണ്ണിക്ക് ഫീഡ് ചെയ്യണ സമയത്ത് 20 മിനിറ്റ് എന്തായാലും കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫോണിൽ മറ്റേ സ്റ്റോപ്പ് സൈക്കിൾ ഉണ്ടല്ലോ, അതിൽ 20 മിനിറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് അതിനനുസരിച്ച് അവന് ഫീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൻ കുറേ നേരം ഇരുന്ന് അങ്ങനെ വലിച്ചിട്ട് അങ്ങനെ കുറേ നേരം 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും അവൻ ഉറങ്ങി പോവുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് വയറൊക്കെ നിറഞ്ഞ് സെറ്റായിട്ടാണ് അവൻ ഉറങ്ങണേന്ന് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലേക്ക് ഉണ്ണിക്ക് കാണിക്കേണ്ട എന്തോ ഒരു ദിവസം അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ അവൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇവൻ വെയിറ്റ് കൂടിയിട്ടില്ല. നമ്മൾ 1 മാസം കഴിയുമ്പോഴേക്കും ഏതാണ്ട് 1 കിലോ കൂടണം എന്നാണ് പറയുക. പക്ഷെ അവർ അതിനനുസരിച്ച് വെയിറ്റ് കൂടിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പാലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പാലൊന്നും വരുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു കേട്ടോ ഫോർമുല മിൽക്ക് കൊടുക്കണില്ലേ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ചൊക്കെ കൊടുക്കണമല്ലോ, ഇടപെട്ടിട്ടേ കൊടുക്കണല്ലോ. അങ്ങനെ ഡോക്ടർ എൻ്റെ ബ്രസ്റ്റൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് പറയുന്നത് തീരെ പാലില്ലല്ലോ, പിന്നെ ഇങ്ങനെ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് ഉറങ്ങി എന്നൊക്കെ പറയണേ. ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചങ്ങനെ പറഞ്ഞിട്ട് അവൻ പാല് കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇനി പാല് കിട്ടാതെ കുട്ടി ഉറങ്ങണേ. അപ്പോഴാണ് ഡോക്ടർ പറയണേ നമ്മളിത് വെച്ചു കൊടുത്താൽ ഇവർക്ക് വായിൽ കിട്ടില്ല. അപ്പൊ അവരിങ്ങനെ സക്കീത ഇങ്ങനെ ഇരിക്കും. ലാസ്റ്റ്
ലാസ്റ്റ് പാലൊന്നും കിട്ടൂല. അങ്ങനെ വലിച്ചിട്ടുള്ള ക്ഷീണത്തിൽ അവർ കിടന്നുറങ്ങണതാണ്. എന്നിട്ട് ഡോക്ടറെ ചീത്ത കേട്ടോ, കാരണം വെയിറ്റ് ഉണ്ടായിരുന്ന ഉണ്ണിയല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യണേ, ഉണ്ണിക്ക് അവരുടെ വിശപ്പ് മാറ്റി കൊടുക്കണ്ടേ, ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയ ഉണ്ണിയല്ലേ, അതിനിങ്ങനെ പട്ടിണിക്കിടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇത് ആരപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫോർമുല മിൽക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറയുന്നുണ്ട്. ഈ ഫോർമുല മിൽക്കിന്റെ ഒരു ഇതെന്ന് വെച്ചാല് നമുക്ക് അമ്മമാരുടെ നിന്ന് കിട്ടുന്ന പാലിന്റെ സെയിം പ്രോട്ടീനും ന്യൂട്രീഷൻസ് ഒക്കെ അവർക്ക് കിട്ടും. പക്ഷെ അമ്മ നൽകുന്ന ഒരു പാലാവില്ല, നമ്മുടെ അമ്മയുടെ തകർന്ന് കിട്ടുന്ന ഒരു പാലാവില്ല. പിന്നെ ഇമ്മ്യൂണിറ്റി പവറും അമ്മമാരുടെ മിൽക്കിൽ നിന്ന് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. അതിന്റെ ഇത് നമുക്ക് ഫോർമുല മിൽക്കിൽ നിന്ന് കിട്ടുന്നില്ല മാത്രം. പക്ഷെ അതിന് വേണ്ട ന്യൂട്രീഷൻസും പ്രോട്ടീനും ഒക്കെ ആ ഫോർമുല മിൽക്കിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പാലില്ലാത്തവർ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യരുത്. ഉണ്ണികൾക്ക് കറക്റ്റ് സമയത്ത് അവർക്ക് ഫീഡ് ചെയ്യിക്കണം. അവന് കുറച്ചും കൂടി അളവ് കൂട്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. ആദ്യം 30 മില്ലി വെച്ചിട്ടാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പതുക്കെ 60 ആക്കാൻ പറഞ്ഞു. പിന്നെ 60 എന്നുള്ളത് 90 ആക്കാൻ പറഞ്ഞു. ഫസ്റ്റത്തെ ഒരു മാസം ഫുള്ള് ഇവന് ഗോകർണത്തിലായിട്ട് കൊടുത്തായിരുന്നത്. നമ്മുടെ സിലിക്കോണിന്റെ ഗോകർണം വാങ്ങിക്കാൻ കിട്ടും. ആദ്യം നമ്മൾ സ്റ്റീലിന്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് മാറ്റിയിട്ട് സിലിക്കോണിന്റെ ആകുമ്പോൾ പിന്നെ അവരുടെ ഇവിടെ തട്ടോ എന്നുള്ള പേടിയൊന്നും വേണ്ട, സുഖമായിട്ട് അവർ കുടിച്ചോളും. അത് ഫുള്ള് ആദർശേനായിട്ടാണ് കൊടുത്തായിരുന്നത്. കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ അച്ഛമ്മ മരിച്ചിട്ട് ആദർശേടൻ കോഴിക്കോട് പോയപ്പോഴാണ് ഞാൻ അവന് കൊടുത്തു തുടങ്ങിയത് ഗോകർണത്തിലൊക്കെ. അതുവരെ എല്ലാ കാര്യങ്ങളും ആദർശേടൻ അവന് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവര് നമ്മൾ ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ബോട്ടിലായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ അവൻ സുഖമായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വലിച്ചു കുടിച്ചു തുടങ്ങും. വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ ഇടവിട്ടിട്ട് എന്ന് വെച്ചാൽ രാവിലെ, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് രാവിലെ ഒരു 6 മണിക്കാകുമ്പോൾ കുറച്ച് പാലുണ്ടാവും. അത് അവന് ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവന്റെ കുളിയൊക്കെ കഴിഞ്ഞാലും ഞാൻ വെറുതെ എന്റെ ബ്രസ്റ്റ് ഫീഡ് അവനെ ചെയ്യിപ്പിക്കും. അതിനിടയിലെ നമ്മുടെ ഇതും കൊടുക്കും, ഫോർമുലയും കൊടുക്കും. കറക്റ്റ് അളവിൽ അവന് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ അവൻ പിന്നെ ഉഷാറായിട്ട് ഇരുന്നോളും. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഉണ്ണിയോളാൻ ഒരിക്കലും പട്ടിണിക്ക് ഇടാൻ പാടില്ല കേട്ടോ. കാരണം കുറെ പറഞ്ഞു ഫോർമുല നമുക്ക് കൊടുക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് കുറെ ടോക്ക് നമുക്ക് കേൾക്കേണ്ടി വരും. എന്നാലും കൂടിയിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ ഉണ്ണിക്ക് ഫീഡ് ചെയ്തില്ലെങ്കിൽ അവരാകെ ക്ഷീണിച്ചു പോകത്തേ ഉള്ളൂ. എല്ലായിടത്തും ചോദിക്കൂട്ടെ എങ്ങനെയാ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ പാലില്ലാത്തവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്കൊരു ഇതാവട്ടെ. കാരണം നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുമ്പോഴും അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അവർ പറയും നോർമലി ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമില്ല, പേടിക്കേണ്ടാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി സമാധാനമായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ ഒരുപാട് ടെൻഷൻ വെച്ചാൽ അങ്ങനെ ടെൻഷൻ അടിച്ചു തുടങ്ങി. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും. കുറ്റപ്പെടുത്തൽ എന്ന് വെച്ചാല് അവളുടെ സൗന്ദര്യം നോക്കിയിട്ടാണ് കുട്ടിക്ക് പാല് കൊടുക്കാത്തത്, പിന്നെ എന്താ അവളുടെ സുഖം നോക്കിയിട്ടാണ് പാല് കൊടുക്കാത്തത്. ശരിക്കും പറയാച്ചാൽ ഏറ്റവും സുഖം നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനാണ്. കാരണം നമ്മൾ ഒന്നും നോക്കണ്ട, അവയെ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ജസ്റ്റ് എടുത്ത് വെച്ച് നമുക്ക് പാല് കൊടുക്കുക വേണ്ടു. ഈ ഫോർമുല മിൽക്ക് കൊടുക്കേണ്ട കാര്യം കുറച്ചൊരു കഷ്ടമാണ്. 1 മണിക്കും 2 മണിക്കൊക്കെ നമ്മൾ ഗ്യാസ് എത്തിച്ച് വെള്ളം ചൂടാക്കി അത് കലക്കി ചൂടാക്കി ഉണ്ണിക്ക് കൊടുക്കുക, അതൊക്കെ കുറച്ച് ഒരു ഇതുള്ള പണിയായിരിക്കും. ഏറ്റവും സുഖമാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്താനും ഓരോന്ന് പറയാനൊക്കെ ചുറ്റിലും കുറെ പേര് ആൾക്കാരുണ്ടാവും. എനിക്കും കുറെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇത് കൂടെ കേൾക്കുക, ഇത് കൂടെ വിടുക. നമ്മൾ നമ്മുടെ ഉണ്ണീനെ വിശന്ന് പട്ടിണിക്ക് ഇടാതെ അവർക്ക് ഇപ്പോഴും വയറ് നിറച്ച് അവരെന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇത് പറയണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.